ഒരു തിങ്കറും മെഡിറ്റേറ്ററും തമ്മിലുള്ള പ്രധാനമായ ഡിഫറൻസസ് എന്താണ്? പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നവരെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ കണ്ണടച്ചിരിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ആ ഒരു ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അവരെന്തോ കോണ്ടംപ്ലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചിന്തകളിലാണ് എന്നാണ് പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. പക്ഷേ മെഡിറ്റേഷൻ എന്നത് ആക്ച്വലി തിങ്കിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു തിങ്കിങ് അല്ലെങ്കിൽ തിങ്കർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു മെഡിറ്റേറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു തിങ്കറിനെ സംബന്ധിച്ചുള്ള അയാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അയാൾ ചിന്തിക്കുക, ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക, ഒരു അഗാധമായ രീതിയിൽ അതിൻ്റെ ഇൻസൈറ്റിലേക്ക് പോയി ചിന്തിക്കുക, ഡെപ്തിലേക്ക് പോയി കാണുക, പല ആംഗിളിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ഒരു തിങ്കർ ചെയ്യുക എന്ന് പറയുന്നത്. അതിനെ കണക്ട് ചെയ്ത് ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് പോവുക ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്നതാണ് ഒരു തിങ്കർ പൊതുവെ ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ ഒരു മെഡിറ്റേറ്ററിനെ സംബന്ധിച്ചോളം അദ്ദേഹം ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരം അദ്ദേഹം ചിന്തകളെ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ് പ്രോസസ്സിനെ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് വാച്ച് ചെയ്യുക എന്നതാണ് ഒരു മെഡിറ്റേറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മൾ ഇരിക്കുമ്പോൾ, ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ആൾ ഇരിക്കുമ്പോൾ, അയാൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ പോലും അയാൾക്ക് തോട്ട്സ് വരും. തോട്ട്സ് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് മെഡിറ്റേഷൻ ഇരിക്കുന്ന തോട്ട്സ് ഇങ്ങനെ വരും. പക്ഷേ ഒരു തിങ്കർ ചെയ്യുന്ന പോലെ കോൺഷ്യസ്ലി തിങ്ക് ചെയ്ത് ആ ഒരു വരുന്ന തോട്ട്സിനനുസരിച്ച് തിങ്ക് ചെയ്ത് ഡീപ്പായിട്ട് ഓവർ തിങ്ക് ചെയ്ത് പോകാറില്ല ഒരു മെഡിറ്റേറ്റർ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാന്ന് പറയുന്നത് വരുന്ന തോട്ട്സിനെയൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫിലിം സ്ക്രീനിൽ പോലെ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് അതിനെ നമ്മളിങ്ങനെ ദൂരത്ത് നിന്ന് ഇങ്ങനെ കാണുന്ന രീതിയിൽ തന്നെ കാണുക. അതുമായിട്ട് ഐഡൻറ്റിഫൈഡ് ആകാതെ ജസ്റ്റ് അതിനെ ഇങ്ങനെ ഒരു ഫിലിം സ്ക്രീനിൽ ഒരു ഫിലിം പോകുന്നത് പോലെ ഇങ്ങനെ ഒരു തോട്ട് പോകുന്നു, അടുത്ത തോട്ട് പോകുന്നു, അങ്ങനെ ആ ഒരു തോട്ട് അല്ലെങ്കിൽ തിങ്കിങ് പ്രോസസ്സിനെ മൈൻഡ് ആസ് എ ഹോളിനെ വാച്ച് ചെയ്യുക എന്നതാണ്. വാച്ചിങ് എന്ന പ്രോസസ്സാണ് ഒരു മെഡിറ്റേറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. ജസ്റ്റ് ഗോ ഓൺ വാച്ചിങ് ദ മെക്കാനിസം ഓഫ് ദ മൈൻഡ്, അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ് പ്രോസസ്സിനെ വാച്ച് ചെയ്യുക. തിങ്ക് ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് ഓൾറെഡി നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നോർമലി നമുക്ക് മൈൻഡ് എന്ന് പറയുന്നത് 24 hours ഇത് വർക്കിംഗ് സ്റ്റേറ്റിലാണ് നമുക്ക് നോർമലി നമ്മുടെ ഒരു അല്ലാറം മൈൻഡ് എന്ന് പറയുന്നത്. സോ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉള്ള മൈൻഡിൻ്റെ ആ ഒരു തിങ്കിങ് പ്രോസസ്സ്, ഓൾറെഡി നമുക്ക് തോട്ട്സ് ഉണ്ട്, ആ ഓൾറെഡി ഉള്ള തോട്ട്സിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നതാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു തിങ്കറിനെ പോലെ ആ ഉള്ള തോട്ട്സിനെ ഐഡൻറ്റിഫൈഡ് ആയിട്ട് അതിൽ ഡീപ്പായിട്ട് തിങ്ക് ചെയ്ത് പോകുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ യു ജസ്റ്റ് വാച്ച് ദ തിങ്കിങ് പ്രോസസ്സ്, അതിനെ വാച്ച് ചെയ്യുക എന്നതാണ്. നമ്മൾ പുതിയ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോട്ട്സ് നിലവിലുണ്ട്. അതിപ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ അറിയാൻ പറ്റും. ജസ്റ്റ് മെഡിറ്റേഷൻ നമ്മൾ ചുമ്മാ ഇരുന്നാൽ പോലും, മെഡിറ്റേഷൻ ചെയ്യാൻ ചുമ്മാ ഇരുന്നപ്പോൾ നമുക്ക് അറിയാൻ പറ്റും തിങ്കിങ് ഈസ് ഓൾവേസ് ഹാപ്പനിങ്, മൈൻഡ് ഈസ് ഓൾവേസ് ഫങ്ഷനിങ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫങ്ഷനിങ് ഓഫ് ദ മൈൻഡിനെ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക, വാച്ച് ചെയ്യുക എന്നതാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന കാര്യം എന്നത്. സോ ഈ ഒരു വാച്ചിങ് എന്ന പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ഒരു തോട്ട്ലെസ് സ്റ്റേറ്റ്, മെഡിറ്റേഷൻ്റെ ഒരു അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് തിങ്കിങ് ഒന്നുമില്ലാത്ത, തോട്ട്സ് ഒന്നുമില്ലാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് നോ മൈൻഡ്. അതായത് മൈൻഡ് എന്ന് പറഞ്ഞാൽ തിങ്കിങ് ആണ്, തോട്ട്സ് ആണ്. അപ്പോൾ നോ മൈൻഡ് എന്ന് പറയുമ്പോൾ ഈ തിങ്കിങ്ങും തോട്ട്സ് ഒന്നുമില്ല, തിങ്കിങ് പ്രോസസ്സൊന്നും ഇല്ലാത്ത ഒരു പ്യൂർ സൈലൻസിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ മെഡിറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. തോട്ട്ലെസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കുക, ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നതാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു സൈലൻസ്, ഒരു പ്യൂർ സൈലൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്യുവർ പീസ് എന്നതാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് വാച്ചിങ് ആണ്. വാച്ചിങ് ചെയ്യുന്നതിലൂടെ, തോട്ട്സിനെ നമ്മളിങ്ങനെ വാച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ആ ഒരു തിങ്കിങ്ങിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. തോട്ട്സിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞ് വരുമെന്നാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാമെന്ന് പറയുന്നത്. അതായത് വാച്ചിങ് ഈസ് ദ മെക്കാനിസം ടു സീസ് ദ മൈൻഡ് എന്നാണ് പറയുന്നത്. മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് വാച്ചിങ് എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഒരു തിങ്കറിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് ഒരിക്കലും ഒരു തോട്ട്ലെസ് സ്റ്റേറ്റിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം ബിക്കോസ് ഈസ് ഓൾവേസ് സപ്പോർട്ടിങ് ദ തിങ്കിങ് പ്രോസസ്സ്. മൈൻഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ തിങ്കിങ് എന്ന പ്രോസസ്സിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനാണ് ഒരു തിങ്കർ ശ്രമിക്കുക എന്ന് പറയുന്നത്. ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഒരു മെഡിറ്റേറ്ററിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹി വാണ്ട്സ് ടു മൂവ് ഇൻ ടു എ തോട്ട്ലെസ് സ്റ്റേറ്റ്. സോ വൺസ് യു സ്റ്റാർട്ട് വാച്ചിങ് ദ തോട്ട്സിനെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു ഡിസൈഡൻറ്റിഫിക്കേഷൻ സംഭവിക്കും. നമ്മളും തിങ്കിങ് പ്രോസസ്സുമായിട്ടുള്ള ഒരു ഡിസൈഡൻറ്റിഫിക്കേഷൻ സംഭവിക്കും. നോർമലി എന്ന് പറയുന്നത് തോട്ട്സും മൈൻഡും ഒക്കെ ഒരു ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് കിടക്കുന്നതെന്ന് പറയുന്നത്. വി ആർ ടു മച്ച് ഐഡൻറ്റിഫൈഡ് വിത്ത് അവർ തോട്ട്സ്. അതുകൊണ്ടാണ് നമ്മൾ ഓവർ തിങ്കിങ് സ്റ്റേറ്റിലേക്ക് പോകുക എന്ന് പറയുന്നത്. പലരും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് അവരൊരു ഓവർ തിങ്കിങ്ങിലേക്ക് പോകുക എന്ന് പറയുന്നത്. ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ചിന്തിച്ച് ഓവർ തിങ്കിങ്ങിലേക്ക് കാട് കയറി ചിന്തിക്കുക എന്ന് പറയുന്നതിൻ്റെ
കാരണം എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ മൈൻഡ് അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് തോട്ട് പ്രോസസ് ആണ്. സോ വൺസ് യു ആർ ഏബിൾ ടു സ്റ്റാർട്ട് വാച്ചിങ് ദ മൈൻഡിനെ അല്ലെങ്കിൽ തോട്ട്സിനെ വാച്ച് ചെയ്യാൻ കഴിയുന്നതിലൂടെ യു ബ്രേക്ക് ദാറ്റ് പാറ്റേൺ. ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്ന ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഐഡൻറ്റിഫിക്കേഷനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് ഒരു മൈൻഡിനെ ഒരു ഡിസ്റ്റൻറ്റ് വാച്ചറായിട്ട് കാണാൻ സാധിക്കുന്നു. സോ വൺസ് യു സ്റ്റാർട്ട് വാച്ചിങ് ദ മൈൻഡ് സ്റ്റാർട്ട് ലൂസിങ് ദ ഓവർ പവർ. നോർമലി നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തോട്ട്സ് നമ്മൾ ഓവർ പവർ ചെയ്യില്ല, മൈൻഡ് നമ്മൾ ഓവർ പവർ ചെയ്യുക എന്ന് പറയുന്നത്. സോ വാച്ച് ചെയ്യാൻ ശ്രമിക്കും തോറും നമുക്ക് മൈൻഡിൻ്റെ ഒരു മാസ്റ്ററി കിട്ടും. മൈൻഡിനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ആ ഒരു എബിലിറ്റി ടു എന്ത് പറയുന്നത് ഒരു കുറച്ചുകൂടെ മൈൻഡ് നമ്മുടെ കൺട്രോളായിട്ട് വരും. സോ വാച്ചിങ് ഡീപ്പാവും തോറും നമുക്ക് ആ ഒരു തോട്ട്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അല്ലെങ്കിൽ ഒരു തോട്ട് കഴിയുമ്പം അടുത്ത തോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് നമുക്ക് ഗ്യാപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. you feel like you are getting the mastery over your മൈൻഡിൽ ഇതിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് ഒരുപാട് കിട്ടും ഈ ഒരു വാച്ചിങ് എന്ന പ്രോസസ്സിലൂടെ. സോ ജസ്റ്റ് as you start watching you will be able to feel that thoughtless state coming to you. It takes time. ഒരുപാട് ട്രെയിനിങ് വേണ്ടി വരും. അതായത് ഒരു ലോങ് മെഡിറ്റേഷൻ does not happen within a day. It takes its time. ഒരു ദിവസം കൊണ്ട് മെഡിറ്റേഷനിൽ ഡീപ്പായിട്ട് പോകുന്നവരൊക്കെ എക്സെപ്ഷണൽ കേസസ് കാണാം. ബട്ട് നോർമലി വി സേ ദാറ്റ് ഇറ്റ് ടേക്സ് ഇറ്റ്സ് ടൈം ബട്ട് യു വിൽ ബി ഫീലിംഗ് ഇറ്റ്. ആ ഒരു ഡിസൈഡൻറ്റിഫിക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ മൈൻഡിലെ തോട്ട്സ് മൂലം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകത്തില്ല. യു സ്റ്റാർട്ട് ഫീലിംഗ് ഫ്രീഡം ഫ്രം ദ മൈൻഡ്. അതായത് മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് വരുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഫക്റ്റഡ് ആകാത്തൊരു സ്റ്റേറ്റിലേക്ക് വരും. നോർമലി എന്ന് പറയുമ്പോൾ മൈൻഡിലെ തോട്ട്സിനനുസരിച്ച് നമ്മുടെ മൂഡ്സ് മാറുന്ന ഒരു സിറ്റുവേഷനാണ്. നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകും. പക്ഷേ ഒരു വാച്ചിങ് എന്ന സ്റ്റേറ്റ് വരുമ്പോൾ ഒരു ഡിസൈഡൻറ്റിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഫ്രീഡം ഫ്രം ദ മൈൻഡ് കിട്ടും. അതായത് നമ്മൾ തോട്ട്സിനനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റോ അല്ലെങ്കിൽ മൂഡോ മാറുന്നില്ല. യു ആർ ലൈക്ക് ഇറ്റ് ഇസ് ഹാപ്പനിങ് ടു സമ്മൺ എൽസ് എന്ന രീതിയിൽ നമുക്ക് ഒരു തോട്ട്സ് ആർ ഹാപ്പനിങ് സംവെയർ എൽസ് എന്ന രീതിയിൽ നമുക്കിങ്ങനെ അതിനിങ്ങനെ ഒരു കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. ഒരു അൾട്ടിമേറ്റ് ഒരു ഫ്രീഡമാണ് നമ്മൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ വാച്ചിങ് എന്ന പ്രോസസ്സിലൂടെ കിട്ടുക എന്ന് പറയുന്നത്. So a thinker is always identified with the mind. He is always moving into thinking process. പക്ഷേ ഒരു മെഡിറ്റേറ്റർ എന്ന് പറയുന്നത് he moves into a state of no mind അല്ലെങ്കിൽ ഒരു തോട്ട്ലെസ് സ്റ്റേറ്റിലേക്ക് പോകാനാണ് ഒരു മെഡിറ്റേറ്റർ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. That's the aim of the meditation. So hope you get a clarity regarding today's video. That's in this video. Thank you for watching.